എൻ്റെ 100 ഡേയ്സ് ചാലഞ്ച് ഞാൻ വീണ്ടും ഇവിടെ തുടങ്ങുകയാണ്. സ്റ്റാർട്ട് ഫ്രം വേർ യു ഗോട്ട് സ്റ്റക്ക്. ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമ്മൾ എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത്, നമ്മൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയിട്ട് പോവാതെ നമ്മൾ എവിടെയാണോ സ്റ്റക്കായി നിന്നത് അവിടെ നിന്ന് തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഈ ടോപ്പിക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ നാട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതായത് ഞാനൊരു 10 ഡേയ്സോളം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല, ഞാൻ ഇതോടെ സ്റ്റോപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വേണ്ട, നമ്മൾ എവിടെയാണോ സ്റ്റക്കായിരുന്നത് അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തേ ഉള്ളൂ, വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ഇനി ഒരിക്കലും ഒരു ഡേയും മുടങ്ങാതെ തന്നെ നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്ന് കരുതിയത് അങ്ങനെയാണ്. നമ്മൾ ആ ഒരു 30 ഡേയ്സിൽ അവിടെ സ്റ്റോപ്പ് ആയെങ്കിലും വീണ്ടും 31 ഡേ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ 100 ഡേയ്സ് ചാലഞ്ച് ഇനിയും കണ്ടിന്യൂ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രൈപ്പ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മോനെ സ്കൂളിൽ വിട്ടതിന് ശേഷം കുറച്ച് സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഈവനിങ് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് പുതിയതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് പാറ്റേൺസും കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഞാൻ കണ്ടിന്യൂ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാം. ഇന്ന് പൊതുവെ ഇവിടെ ഒരു മൂടിയ ക്ലൈമറ്റ് ആയിരുന്നു. ആകാശം മുഴുവൻ ഇരുണ്ട് നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. എന്നാൽ മഴ പെയ്യുന്നുമില്ല, മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷം. അപ്പോൾ ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഡ്രസ്സ് ഞാൻ മുമ്പേ ചെയ്യാൻ വേണ്ടിയിട്ട് പകുതി ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൂടി ഇന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്തു. അപ്പോൾ ഞാൻ പുതിയ പാറ്റേൺ വരുന്ന ദിവസങ്ങളിൽ പുതിയ പാറ്റേൺസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് ഈ ഒരു റെഡ് കോമ്പിനേഷനാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഫ്ലോറൽ പാറ്റേണും പിന്നെ ഇതേപോലത്തെ ചെറിയ പാറ്റേൺസിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ചെറിയ പാറ്റേണിൻ്റെ ബോട്ടം വരുന്ന പോലെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു പ്രിൻ്റ് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആയിരിക്കും. നമ്മൾ ഒത്തിരി ഡ്രസ്സുകൾ ഇങ്ങനത്തെ ടോപ്പ് ആൻഡ് ബോട്ടം കോമ്പിനേഷനിൽ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കളറാണിത്. മസ്റ്റർഡ് യെല്ലോയിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന, ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന പാറ്റേൺ. ഇത് വന്നിട്ട് 3 പീസ് ആയിട്ടാണ് വരുന്നത്. ടോപ്പ്, ബോട്ടം, പിന്നെ ദുപ്പട്ട ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.